അതായത് ഈ കേസിലെ എല്ലാ പ്രതികളെയും ശിക്ഷിക്കും. ആത്മവിശ്വാസം എന്നാണ് ടി ബി മിനി പറഞ്ഞത്. 10 പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം അതിജീവിതയുടെ അഭിഭാഷകയുടെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായിട്ടും ഈ കേസിലെ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു നീതി നടപ്പിലാക്കപ്പെടും എന്നാണ് എന്റെ പ്രതീക്ഷ. പോരെ, എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് തെളിവുകളുണ്ട്, ഇൻഡയറക്റ്റ് തെളിവുകളുണ്ട്, ധാരാളം തെളിവ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധാരാളം ആത്മവിശ്വാസമുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ടി ബി മിനി പറയുന്നത്. 10 പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതിജീവിതയുടെ കുറ്റക്കാരാണെന്ന് കണ്ടു മാത്രമല്ല വിധി പ്രസ്താവം ഉണ്ടാവോ, ശിക്ഷ എന്താണെന്ന് കൂടി ഇന്ന് പറയാൻ സാധ്യതയുണ്ട്. ശിക്ഷ എന്ന് പറയത്തില്ല, കുറ്റക്കാരാണോന്നേ പറയൂ. ശിക്ഷ എന്തുണ്ടാവില്ല. അല്ല, അത് ഞങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസമല്ലേ അവർക്ക്. അവര് കോടതിയിൽ ഉണ്ടായിട്ടില്ലല്ലോ, അവര് ടെൻഷനിലല്ലേ. അവര് അത്രയും ജീവിത ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അവരതിന്റെ അത്രയും ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. അവര് അത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോ നമ്മളിതൊക്കെ പറയുകയും പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഈ വാർത്ത ഇങ്ങനെ വരുമ്പോ അവർക്ക് ഉണ്ടാകുന്നത് ആ നശിച്ച രാത്രിയുടെ ഓർമ്മകളായിരിക്കും. അപ്പൊ സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന പ്രയാസം, ടെൻഷൻ, ട്രോമ അവര് അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് അവര് ഇന്നത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം. ഓക്കെ. ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനിയാണ് മാധ്യമങ്ങളെ കണ്ടത്. 10 പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസമാണ്. ശിക്ഷാവിധി ഇന്ന് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കും. ശിക്ഷാവിധി ഇന്നുണ്ടായേക്കാനുള്ള സാധ്യതയില്ല എന്നാണ് അതിജീവിതയുടെ അഭിഭാഷക ഇപ്പോൾ ടി ബി മിനി പറഞ്ഞിരിക്കുന്നത്. കേസിൽ ഏറ്റവും നിർണായകമായ തെളിവുകൾ. റോഷി, ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് ആത്മവിശ്വാസമുണ്ട്, പ്രോസിക്യൂഷൻ ആത്മവിശ്വാസമുണ്ട്. 100% പ്രോസിക്യൂഷന്റെ ഭാഗം ശരിവെച്ചുകൊണ്ടുള്ള വിധി വരും എന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്. അതിജീവിതയുടെ അഭിഭാഷകയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴും വലിയ ആത്മവിശ്വാസമുണ്ടെന്നല്ലേ മനസ്സിലാക്കുന്നത്? ഓക്കെ, അരുൺകുമാർ, വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പ്രോസിക്യൂഷൻ ഒപ്പം തന്നെ അതിജീവിതയുടെ അഭിഭാഷക അടക്കം കോടതിയിലേക്ക് വരുന്നത്. കാരണം ഇതുവരെ നടന്ന വിചാരണ വേളകളിൽ അതിനപ്പുറത്തേക്ക് അന്വേഷണ വേളയിൽ വന്ന തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ തെളിവുകളുള്ള ആത്മവിശ്വാസമാണ്. കാരണം കൃത്യമായി 10 പ്രതികൾ കുറ്റം ചെയ്തു എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ആ ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. കാരണം 2017 8 വർഷം മുമ്പ് നടന്ന ക്രൂരമായ പീഡനം, ആ പീഡനത്തിന്റെ മാനസികാഘാതം ഇപ്പോഴും ആ പെൺകുട്ടിക്ക് വിട്ടുമാറിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വേദന അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അപ്പുറത്ത് ഇരിക്കുന്നു. അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ പോരാട്ടത്തിൽ തനിക്ക് നീതി ലഭിക്കുമെന്ന്. അവർക്ക് വേണ്ടി മാത്രമല്ല ഈ പോരാട്ടം നടത്തിയത്. ഇതുപോലെ സമാനമായ പീഡന അനുഭവങ്ങളുള്ള ഒട്ടേറെ സ്ത്രീകൾക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു അവർ നടത്തിയത്. അതുകൊണ്ടാണ് ഒരു വേളയിൽ ഈ അതിജീവിത പറഞ്ഞത് താൻ ഇരയല്ലെന്ന്. താൻ ഒരിക്കലും ഇരയല്ല. താൻ അങ്ങനെ ഒരു അടച്ചിട്ട മുറിയിലോ ഇരുട്ടുമുറിയിലോ ഇരിക്കേണ്ടയാളല്ല. അങ്ങനെ ഇരിക്കേണ്ടവർ എന്നെ ഉപദ്രവിച്ചവരാണ്, പെൺവേട്ടക്കാരാണ് അങ്ങനെ നിൽക്കേണ്ടതെന്ന നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്ത അങ്ങനെ വലിയ പോരാട്ടം, ഒരു മാതൃകാ കാലം കേൾക്കാൻ കുതിച്ച ഇനി വരും കാലത്തിനുള്ള പ്രചോദനമായി അതിജീവിതം മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാനൊരു ഇരയല്ല. ഞാനൊരു ഇരയാണെങ്കിൽ എങ്ങനെയാണ്? ഞാൻ ഒളിച്ചിരിക്കേണ്ടവളല്ല. എന്റെ ശബ്ദം പുറം ലോകം കേൾക്കേണ്ടതാണ്. ഞാൻ അതിജീവിതയാണ്. ഇനി വരും അതിജീവിതമാർക്കുള്ള പ്രചോദനമാണ് എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ 8.25 വർഷം ആ പെൺകുട്ടി അതിജീവിത അനുഭവിച്ച എല്ലാ മാനസിക പ്രയാസങ്ങൾക്കും അപ്പുറം ആ ആത്മബലത്തിനാണ് നമ്മൾ ഒരു ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് കൊടുക്കുന്നത്. അതിന്മേൽ എന്തെല്ലാം ചലച്ചിത്ര മേഖലയിലുണ്ടായി ഈ സംഭവത്തിന് ശേഷം, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷവും മുൻപുമെന്ന് ചലച്ചിത്ര മേഖല മാറ്റി എഴുതപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. വിമൻ കളക്റ്റീവ് ഇൻ സിനിമ എന്ന സംഘടനയുണ്ടാവുന്നു. പോഷ് എന്നുള്ളത് ജോലി സ്ഥലങ്ങളിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനം എന്നുള്ളതൊരു വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുന്നു. ചലച്ചിത്ര മേഖലയിൽ നിരവധി ആളുകൾ അതിജീവിതയ്ക്കൊപ്പം പിന്നീട് നിലപാടെടുക്കുന്നത് കണ്ടു. പക്ഷേ അപ്പോഴും വലിയ താരങ്ങളും വിഗ്രഹങ്ങളുമെല്ലാം
നടൻ ദിലീപിന് അനുകൂലമായ നിലപാടെടുക്കുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഏറെ ശ്രദ്ധേയമായത് ഇതിൽ അതിജീവിത എടുത്ത നിലപാട് തന്നെയാണ്. ഓരോ നിമിഷത്തിലും ഒരു നിമിഷം പോലും പതറാതെ ആത്മബലത്തോടുകൂടി ഈ കേസിനെ നേരിട്ടു. ഒരു പ്രലോഭനത്തിനും ഒരു സമ്മർദ്ദത്തിനും അതിജീവിത വഴങ്ങിയില്ല. ഇപ്പോൾ ഈ കേസ് 3215ാമത്തെ ദിവസം വിധി പറയാൻ നിൽക്കുമ്പോഴും അത് അതിജീവിത അനുഭവിച്ച സങ്കടമാണെങ്കിലും ആ സങ്കടക്കടൽ താണ്ടി ഒരു വലിയ പ്രതിരോധത്തിന്റെ മതിൽ കെട്ടിയിട്ടുണ്ട് അതിജീവിത എന്നുള്ളതാണ്. അത് വെറും അതിജീവിതമാർക്കും ആ പ്രതിരോധത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ വളരെ ശക്തമായി തങ്ങളുടെ നിലപാട് പറയാൻ കഴിയും എന്നുള്ളതാണ്.